പുതിയ തലമുറയിലെ കുട്ടികൾ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അവരുടെ ഇനിയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നിലവിലെ സർക്കാർ നടത്തിയ വികസനങ്ങൾ തുടരണമെന്നാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത്. ഈ ഭരണം മാറിയാൽ പോലും ഇതേ വികസനങ്ങൾ തുടരാൻ കഴിയണം. വികസനത്തിനൊപ്പം കൈകോർക്കുകയാണ് പുതുതലമുറ. ആലപ്പുഴയിലെ ഒരു ക്യാമ്പസിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അജയ് നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമിറങ്ങുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികളെല്ലാം തന്നെ വലിയ വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ പുതുതലമുറയ്ക്ക് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകണല്ലോ, നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ ഉള്ളൊരു സർക്കാരിൻ്റെ നയങ്ങളും അവർ കൊണ്ടുവന്നിട്ടുള്ള എന്തെല്ലാം രീതിയിലുള്ള മികവും ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ വന്നേക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും ജനങ്ങളുടെ വോട്ട് പോകുന്നതെന്നാണ് ഒരു പ്രതീക്ഷ. ഒരു മാറ്റം ഉണ്ടായേക്കാം. എന്നാലും ഒരു നല്ല രീതിയിലൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ജനങ്ങൾ അവർക്ക് കിട്ടിയതിനനുസരിച്ച് തന്നെ വോട്ടുകൾ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുതലമുറ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഈ ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു സർക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു പുതിയ തലമുറയ്ക്ക് ആ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ടോ? ഈ സർക്കാർ തന്നെ തുടരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ തന്നെ സമൂഹത്തിൽ കാണാൻ എന്തോരം മാറ്റങ്ങളാണ് സ്കൂളിലും കോളേജിലും ഈ സർക്കാർ വന്നതോടെ മാറിയെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഈ സർക്കാർ തന്നെ ഇനിയും മൂന്നാമത് തുടരണമെന്നാണ് ഒരു ആഗ്രഹം. ഒരു മാറ്റം വേണമെന്ന് പുതുതലമുറയ്ക്ക് ആഗ്രഹമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഈ 10 വർഷം കൊണ്ടുവന്ന മാറ്റങ്ങൾ, അതിപ്പോൾ പുതിയ ആളാണ് വരുന്നതെങ്കിൽ അത് തുടരുമോന്നോ അത് അവിടെ കൊണ്ട് നിൽക്കുമോന്നോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇതേപോലെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ തുടരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇപ്പോൾ ഡിഗ്രി വരെ നമുക്ക് സൗജന്യമാക്കി മാറ്റി, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. പുതിയ തലമുറയ്ക്ക് ഈ ജോലി സാധ്യത അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പഠനം കഴിഞ്ഞിറങ്ങിയാൽ ആ ഒരു സ്പേസ് സർക്കാർ കൊണ്ടുവന്നു. അങ്ങനെ ഒരു നിങ്ങളുടെ ഒരു ഭാവിക്ക് ഉതകുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം സർക്കാരിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PSC നിയമനങ്ങൾ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ PSC നിയമനമെന്ന് നീതി ആയോഗിൻ്റെ റിസൾട്ട് ഉൾപ്പെടെ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ വഴി യുവാക്കൾക്ക് ജോലി ലഭിച്ച കൊടുത്തൊരു ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റാണ്. അപ്പോഴത്തേക്ക് ഈ ഗവൺമെൻറ് തുടരുക എന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പിലൊരു മാറ്റം ഉണ്ടാവുമോ? സർക്കാർ മാറുമോ അതോ പുതിയ സർക്കാർ വരുമോ? എന്താണ് അഭിപ്രായം? എനിക്കറിയത്തില്ല. ചിലപ്പോൾ മാറ്റം വരാം, മാറ്റം വരാതിരിക്കാം. പേഴ്സണലി എനിക്കിതിനെക്കുറിച്ച് അധികം ഒപ്പീനിയൻ ഇല്ല.